നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് നവ്യയുടെ അടുത്തേക്ക് അഭി വരുവാണ്. എന്നിട്ട് പറഞ്ഞു, അല്ല നീ പോകുന്നുണ്ടോ നിന്റെ അനുജത്തിയുടെ 3-ാം മാസ ചടങ്ങിന് ചോദിച്ചു. ഇത് കേട്ടുകഴിഞ്ഞപ്പോ നവ്യ പറഞ്ഞു, ഞാൻ പോകാനോ? അതും അവളുടെ 3-ാം മാസ ചടങ്ങിന്. നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ അഭി ഞാൻ പോകുന്നു? അല്ല ഇനിയിപ്പം നിനക്ക് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോന്ന്? അതെ, ഇനിയിപ്പം ഞാൻ വിടുവോ വിടാതിരിക്കുവോ അതൊക്കെ എന്നെ ഓർത്തിട്ടാണെങ്കിൽ നീ അന്ന് ഓർക്കണ്ട. നിനക്ക് പോകാൻ ഇഷ്ടമുണ്ടെ പോയിക്കോ, ഞാൻ നിന്നെ തടയില്ലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പം നബി എഴുന്നേറ്റിട്ട് അബിയോട് പറഞ്ഞു, അബി നീ എന്നെ കുറിച്ച് അങ്ങനെയാണോ കരുതിയിരിക്കുന്നേ? ഒരിക്കലും ഞാൻ പോവില്ല. നിന്നെ എന്നെയും കൂടെ തെറ്റിക്കാനായിട്ട് എന്തൊക്കെ തന്ത്രങ്ങളാ അവളും ആദർശവും ഒക്കെ ചേർന്ന് പയറ്റിയത്. ഒടുവിൽ ചന്തുമോള് നിന്റെ കുഞ്ഞാന്ന് വരെ പറഞ്ഞു പരത്തി. അങ്ങനെ അവളുടെ ചടങ്ങിന് വേണ്ടി ഞാൻ പോകാനോ? അവളും അമ്മ എല്ലാരും കൂടെ ഒറ്റക്കെട്ട, അവര് ചടങ്ങങ്ങ് നടത്തട്ടെ, ഞാൻ എന്തായാലും പോകത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അബി പറഞ്ഞു, ഈ വീട്ടിൽ നിന്ന് ബാക്കി എല്ലാരും പോകുമായിരിക്കും എന്ന് പറഞ്ഞു. നിന്റെ മുത്തശ്ശൻ പോകത്തില്ല. മൂർത്തി മുത്തശ്ശനെ അഭിമാനമുള്ളവനാ, അറിയാലോ. മുത്തശ്ശന് അവരിവിടുന്ന് ഇറക്കി വിട്ടതല്ലേ ഈ പറയുന്ന ആദർശനെ. അതുകൊണ്ട് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വലിഞ്ഞു കയറി ചെല്ലത്തില്ല, എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും. പിന്നെ അമ്മായി ഇന്ന് തന്നെ പോയി, പിന്നെ മുത്തശ്ശി നാളെ പോവാതിരിക്കില്ല. കാരണം മുത്തശ്ശിയാണെങ്കിൽ നെക്ലേസ് ഒക്കെ പണിപ്പിച്ച് വെച്ചിരിക്കല്ലേ. അത് കേട്ടപ്പോൾ അഭി പറഞ്ഞു, അപ്പൊ ഈ വീട്ടിൽ നിന്ന് പോകാത്ത ഞാനും നീയും മുത്തശ്ശനും അമ്മയും ഉള്ളല്ലേന്ന് ചോദിച്ചു. അതെ. അപ്പോഴേക്കും അഭി പറഞ്ഞു, ചിലപ്പോൾ അതിഗംഭീരമായിട്ടായിരിക്കും ചടങ്ങൊക്കെ നടത്തട്ടെ, അവരെങ്ങനെ വെള്ളം നടത്തട്ടെ. നാളെ ആ ചടങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ആഘോഷം ഉണ്ടെന്ന് പറഞ്ഞു. അതെന്താ? നമുക്ക് എല്ലാവർക്കും കൂടെ പുറത്തു പോകണം. നമുക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കും എനിക്കും നിനക്കും നമുക്ക് 3 പേർക്കും കൂടെ പുറത്തു പോകണം. മോനെ കുട്ടിക്കുണ്ട്, നമുക്ക് അടിച്ചു പൊളിച്ചൊന്ന് ആഘോഷിക്കണം എന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ അഭി പറഞ്ഞു, അല്ല അതൊക്കെ വേണോന്ന് ചോദിച്ചു. അതെന്താ? അല്ല നിന്റെ വീട്ടിലുള്ളവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത്? അവരറിയട്ടെ, അവരറിയാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്ത് സ്റ്റാറ്റസും കൂടി ഇടും, കാണാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ സങ്കടപ്പെട്ടിരിക്കുമല്ലോ എന്ന് അവരറിയണം. എന്റെ അബിയുടെ തലയിലേക്ക് ആ ചന്തു എന്ന് പറയുന്ന പെണ്ണിന്റെ ഉത്തരവാദിത്തം കെട്ടിവെക്കാൻ ശ്രമിച്ചവരാ എന്റെ വീട്ടുകാരും ആദർശ നയനയൊക്കെ. അപ്പൊ പിന്നെ അവരെയൊക്കെ ഞാൻ വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അബി? ഇല്ല, ഒരിക്കലും ഇല്ല. എന്റെ വാശിയും വൈരാഗ്യവും ഇപ്പോഴും തീർന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്താണെങ്കിലും ഇതിന് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞു. ഈ സമയം അബി മനസ്സിലോർത്തു, സത്യങ്ങളെങ്ങാനും ഇവള് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തന്നെ മിക്കവാറും കുഴിയിലേക്ക് വെച്ചാൽ മതി എന്നൊരു ചിന്തയായിരുന്നു അബിയുടെ മനസ്സിൽ. ഇതേ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ സംസാരിക്കുക. മുത്തശ്ശന് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു, നയനയുടെ 3-ാം മാസ ചടങ്ങിന് കൂടാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ട്. കാരണം പ്രിയപ്പെട്ട കൊച്ചുമോന ആദർശ്. അതുപോലെ തന്നെ നയനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ്. മുത്തശ്ശന്റെ വിഷമം കണ്ടു കഴിഞ്ഞപ്പത്തിനും മുത്തശ്ശി പറഞ്ഞു, അതെ ഇത്ര സങ്കടമാണ്, ഒരു കാര്യം ചെയ്യുക, നാളെ അങ്ങോട്ടേക്ക് വാ. ഞാൻ വരാനോ? ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ വസന്തര ശരിയാന്ന് നിനക്കറിയാമല്ലോ കാര്യങ്ങളൊക്കെ. എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റുമോ? പിന്നെ ഞാൻ ഈ വാശി കാണിച്ചതിനൊക്കെ വല്ല അർത്ഥമുണ്ടോന്ന് ചോദിച്ചു. അത് ശരിയാ, നീ ഒരു കാര്യം ചെയ്യ, എനിക്ക് ചടങ്ങ് കാണണം. അതിന് വേണ്ടിയിട്ട് നീ അവിടെ ചെല്ലുമ്പോഴേ ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് വീഡിയോ കോള് വിളിക്കാൻ പറഞ്ഞു. വീഡിയോ കോള്? അതെ, വീഡിയോ കോള് വിളിച്ച് എന്നെ കാണിക്കണം, ചടങ്ങുകളും കാര്യങ്ങളും എനിക്ക് കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു, ആഹാ കൊള്ളാലോ, ഭയങ്കര ഐഡിയ ഒക്കെ ആണല്ലോ എന്ന് പറഞ്ഞു. അതെ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഇത് കേട്ടപ്പം മുത്തശ്ശി പറഞ്ഞു, ഇത്രയല്ലേ ഉള്ളൂ, അതൊക്കെ ഞാൻ ചെയ്തോളാം. വീഡിയോ കോള് വിളിച്ച് ചടങ്ങുകളും കാര്യങ്ങളും ഞാൻ കാണിച്ചു തന്നോളാം. ഇനിയിപ്പൊ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. മുത്തശ്ശനും ആ കാര്യത്തിലുള്ള സന്തോഷം സമാധാനമായിരുന്നു. അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ലെന്നല്ലേ ഉള്ളൂ, കൃത്യസമയത്ത് തന്നെ ചടങ്ങുകളും കാര്യങ്ങളും കാണാം, ഫോണിൽ കൂടെ ആണെങ്കിലും മോളെ ഒന്ന് അനുഗ്രഹിക്കുകയും ചെയ്യാം എന്നൊരു ചിന്തയായിരുന്നു മനസ്സ് നിറയെ ഉണ്ടായിരുന്നേ. ഇതേ സമയത്ത് നന്ദു അനിക്ക് വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും നന്ദു അനിയെ വിളിക്കുകയാണ്. അനിയെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് അനിയോട് ചോദിച്ചു, അല്ല നാളെ നീ ഏത് ഡ്രസ്സാണ് ഇടുന്നതെന്ന് ചോദിച്ചു. എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല മുമ്പ് നിനക്കൊരു പാൻറ് ഷർട്ടും വാങ്ങി തന്നില്ലേന്ന് ചോദിച്ചു. ആ വാങ്ങി തന്നു. ഒരു കാര്യം ചെയ്യാം, നാളെ നീ അത് ഇട്ടോണ്ട് വേണം നയനേച്ചിയുടെ 3-ാം മാസ ചടങ്ങിന് വരാമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അനി പറഞ്ഞു, ആ ഇത് കൊള്ളാലോ, ഞാൻ നിന്നോട് അങ്ങോട്ടേക്ക് പറയാനിരിക്കുമായിരുന്നു, നിനക്ക് ഞാൻ വാങ്ങി തന്നായിരുന്നല്ലോ ഡ്രസ്സ് നിന്റെ ബർത്ത്ഡേക്ക്, അപ്പൊ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വേണം നീ വരാനെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു, ശരി ആയിക്കോട്ടെ. അതെ പിന്നെ ഒരു കാര്യമുണ്ട്, അവിടെ വന്നു കഴിയുമ്പോൾ ഓടി വന്ന് എന്നോട് സംസാരിക്കാമെന്ന് നിന്നേക്കല്ല, അറിയാലോ നയനേച്ചയുടെ ഈ പറയുന്ന എൻ്റെ അമ്മയുടെ ഒക്കെ കണ്ണ് എപ്പോഴും എൻ്റെ മേല് കാണും, നമ്മൾ രണ്ടും സംസാരിക്കുന്നുണ്ടോ എന്നൊക്കെ അവർ ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അനു പറഞ്ഞു, എന്നും പറഞ്ഞോണ്ട് എനിക്ക് നിന്നോട് സംസാരിക്കാതിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. സംസാരിക്കാം, പക്ഷെ എന്നും പറഞ്ഞോണ്ട് ഓവറായിട്ട് സംസാരിക്കില്ലെന്ന് പറഞ്ഞുള്ളൂ, അവർക്കൊക്കെ ഒരു സംശയത്തിന് നമ്മൾ ഇട കൊടുക്കരുതെന്ന് പറഞ്ഞു. ഓ ഇതാ അപ്പം നന്നായത്. പക്ഷെ എൻ്റെ പൊന്നെ എനിക്ക് എന്താണെങ്കിലും അങ്ങനെ സംസാരിക്കാതിരിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു.
എന്താന്ന് വെച്ചാൽ നീ ചെയ്യ, ഓവറാക്കി കുളമാക്കല്ല, അത് മാത്രം എനിക്ക് പറയാനുള്ളെന്ന് പറഞ്ഞു. കുറച്ച് നാളും കൂടെ ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞു. ഈ സമയം അവന്തി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ് എന്താ ചെയ്യണ്ടേന്ന്. കാരണം അനി എങ്ങനെയും വീഴ്ചല്ലേ മതിയാവുള്ളൂ. അനിയുടെയും തന്റെയും കൂടെ വിവാഹം നടത്താനായിട്ട് അച്ഛന്റെ തീരുമാനം. പക്ഷെ അനിയേട്ടനെ എങ്ങനെ വശത്താക്കും? അനിയേട്ടന് തന്നെ ഇഷ്ടം അങ്ങനെയൊന്നും അറിയത്തില്ല. ചിലപ്പോൾ ഒരുപക്ഷെ തന്നെ പെങ്ങളെ പോലെയാണോ കാണുന്നതെന്നും അറിയത്തില്ല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ അവന്തിക്ക് ഭയങ്കര ടെൻഷനായി. അച്ഛൻ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ അനിയേട്ടനെ എങ്ങനെയെങ്കിലും തന്റെ വഴി വീഴ്ത്തിയാൽ മതിയാവുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ? വഴിയുണ്ട് എന്നൊക്കെ കരുതിയിട്ട് അവന്തിക ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. അങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും അവന്തിക്ക് എന്ത് ചെയ്തു, കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങി വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ പിന്നീട് നേരെ അനിയുടെ അടുത്തേക്ക് വന്നു. അനിയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, അനിയേട്ടാ നാളെ ചടങ്ങിന് പോകുന്നില്ലേന്ന് ചോദിച്ചു നയനെടുത്തിടെ. അതെന്ത് ചോദ്യം നീ ചോദിക്കുന്നത്? പിന്നെ ഞാൻ പോവാതിരിക്കില്ലോ എന്ന് പറഞ്ഞു. അതെ എങ്കിൽ ഇതങ്ങ് പിടിച്ചോളാൻ പറഞ്ഞു. ഇതെന്താ? ഞാൻ എനിക്കിന്ന് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അനിയേട്ടനെ കുറിച്ച് ആലോചിച്ചു. അപ്പം അനിയേട്ടന് ഒന്ന് രണ്ട് പാൻറ് ഷർട്ടും ഒക്കെ ഞാനും എടുത്തെന്ന് പറഞ്ഞു. അങ്ങനെ അത് അനി വാങ്ങിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ആ കൊള്ളാലോ, എനിക്ക് ഇഷ്ടപ്പെട്ട കളറൊക്കെ ആണല്ലോ എന്ന് പറഞ്ഞു. അന്നാ ഒരു കാര്യം ചെയ്യുക, നാളെ നയനേച്ചിയുടെ ചടങ്ങല്ലേ, അപ്പം ആ ചടങ്ങിന് ഈ പാൻറ് ഷർട്ടും ഇട്ടുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അനി പെട്ടുപോയി. ദൈവമേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പെട്ടെന്ന് അവന്തി അങ്ങോട്ട് പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഒരു വശത്ത് നന്ദു പറഞ്ഞിരിക്കുന്നു അവള് സെലക്ട് ചെയ്ത് തന്നിരിക്കുന്നത് ഇടണമെന്ന്, അവള് വാങ്ങി തന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ അവന്തിക പറഞ്ഞിരിക്കുന്നു അവള് വാങ്ങി തന്നിടണമെന്ന്. ഇതിപ്പോൾ ആര് പറയുന്ന അനുസരിക്കും? നന്ദു സെലക്ട് ചെയ്ത് തന്ന് ഇടാതിരിക്കാൻ പറ്റില്ല. ഇട്ടില്ലെങ്കിൽ കൊലപാതകം ഉണ്ടാവും. അവള് തന്റെ എല്ലാമാണ്. അവന്തിയെ പോലെയല്ല. അവന്തിക അനിയുടെ മനസ്സിന്റെ ഒരു കോണി പോലും ഇല്ല. അവന്തിക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനം വേറെയാണ്. പക്ഷെ നന്ദു അങ്ങനെയല്ല. നന്ദു അനിയുടെ ജീവനാണ്. ഈ പറയുന്ന അവന്തിക്ക് അറിയത്തില്ലല്ലോ അനിയുടെ മനസ്സിൽ ഇപ്പോഴും നന്ദു ഉണ്ടെന്നുള്ള കാര്യം. പിന്നീട് അവന്റെ മുറിയിലേക്ക് എന്നിട്ട് നാഗേന്ദ്രനെ വിളിക്കണം. നാഗേന്ദ്രനെ വിളിച്ച് വിശേഷങ്ങളൊക്കെ പറയണം. നാളെ നയനയുടെ 3-ാം മാസം ചടങ്ങാന്നൊക്കെ. അത് കേട്ടപ്പോൾ നാഗേന്ദ്രൻ പറഞ്ഞു, നടത്തട്ടെ ചടങ്ങുകളൊക്കെ നടത്തട്ടെ. മൂർത്തി ജ്വല്ലറി തകർന്ന് തരിപ്പണായിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പം അനന്തപുരി കുടുംബം കൂടെ തകർന്നുകൊണ്ടിരിക്കുവല്ലേ. പിന്നീട് അവന്തി പറഞ്ഞു, അച്ഛാ നാളത്തെ ദിവസത്തിനോട് പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു. എന്താ? അനിയേട്ടൻ എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ നാളെ അനിയേട്ടന് വേണ്ടി ഞാൻ സെലക്ട് ചെയ്ത ഡ്രസ്സ് അനിയേട്ടന് ഇടുമെന്ന് പറഞ്ഞു. ഡ്രസ്സോ? അതേന്നെ, ഞാൻ അനിയേട്ടൻ്റെ ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ടുണ്ട്. നാളെ അത് ഇട്ടോട് വേണം ചടങ്ങിന് വരാനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നാളെ അറിയാം. ഇത് കേട്ടപ്പോൾ നാഗേന്ദ്രൻ പറഞ്ഞു, നീ ആള് കൊള്ളാലോടി മോളെ. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എറിയാന്ന് പറഞ്ഞോടൊക്കെ നേരത്തെ തന്നെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നടത്തുന്നുണ്ടല്ലേ. ഇങ്ങനെ വേണം പെൺകുട്ടികളായ. ഇതാണ് നിന്നിൽ എനിക്കൊരു വിശ്വാസമുള്ളത്. കാരണം ഒരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള ആ ആത്മാർത്ഥയുണ്ടല്ലോ, അതിനെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവന്തി പറഞ്ഞു, അതെ ആവശ്യം നമ്മുടെ ആയി പോയില്ലേ അച്ഛാ, അതുകൊണ്ട് ഏത് വിധേയം എങ്ങനെ നമുക്ക് കാര്യം സാധിച്ചെടുക്കണ്ടേ. ഇപ്പം എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അനിയേട്ടനെ സ്വാധീനിക്കുക എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും ഒന്ന് ഇമ്പ്രസ് ചെയ്യിക്കണം. അനിയേട്ടന് എന്നിലൊരു മതിപ്പ് തോന്നണം. അതിന് വേണ്ടിയിട്ടാ അച്ഛൻ പറയുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ അച്ഛനറിയാലോ, എനിക്കെല്ലാം അറിയാൻ മോളെ. ഒന്ന് കാണാതെ ഒന്നും അച്ഛൻ ചെയ്യില്ലെന്നറിയാലോ. നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി തരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അനിയുടെ സ്വഭാവം നല്ല എന്നൊക്കെ എനിക്കറിയാവുന്ന കാര്യമാണ്. അത് കേട്ടപ്പോൾ അവന്തി പറഞ്ഞു, അത് ശരിയാ, അനിയേട്ടൻ്റെ സ്വഭാവം നല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ഈ ബന്ധം നടക്കണമെന്ന് പറഞ്ഞേ. അധികം വൈകാതെ ഈ ബന്ധം നടക്കുക തന്നെ ചെയ്യും. മോള് ധൈര്യമായിട്ടിരിക്കുക. എന്തിനു വേദിന് ഞങ്ങളൊക്കെ ഇല്ലേന്ന് ചോദിച്ചു. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും അനി രാവിലെ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുവാണ്. നന്ദു വാങ്ങിക്കൊടുത്ത ഡ്രസ്സാണ് ഇടാനായിട്ട് എടുക്കുന്നത്. അല്ലാതെ അവന്തിക എടുത്ത ഡ്രസ്സൊന്നും ഇടാൻ പറ്റില്ലല്ലോ. അവന്തികയൊക്കെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അനി അതിന് ശേഷമാണ് പോകാനായിട്ട് ഇറങ്ങുന്നത്. അപ്പൊ അവന്തികയുടെ വിചാരം താൻ സെലക്ട് ചെയ്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുമെന്നൊക്കെയുള്ളതാണ്. ഇതേ സമയത്ത് മുത്തശ്ശിയും ജാനകിയും എല്ലാവരും കൂടെ നയനയുടെ അടുത്തേക്കുന്നു. അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ നയനിക്ക് സന്തോഷമായിരുന്നു. പക്ഷെ മുത്തശ്ശനില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും പോരാഞ്ഞിട്ട് നവ്യേശ്യം വന്നിട്ടില്ലോ. എത്രയൊക്കെയെന്ന് പറഞ്ഞു കൂടപ്പുറപ്പല്ലേ, വരാത്തതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കനകയൊക്കെ ആശ്വസിപ്പിച്ചു. സാരമില്ല മോളെ, അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. അവളുടെ സ്വഭാവം അറിയാലോ. എന്തെങ്കിലും ഒരു ദിവസം അവൾ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി നിന്റെ അരികിലേക്ക് തന്നെ തിരികെ വരും. അന്ന് അവൾ നിന്നോട് ക്ഷമ ചോദിക്കും എന്നൊക്കെ പറഞ്ഞു. ദേവേനെ അത് തന്നെയാണ് നയനോട് പറഞ്ഞത്. ഈ അവസരത്തിൽ ഇങ്ങനെ സങ്കടപ്പെട്ടുകൂടാ, വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ അത് ദോഷം ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ നയനെ അവർ മാക്സിമം സന്തോഷിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവന്തികയൊക്കെ വന്നേ. പിന്നീടാണ് അനി ഇങ്ങോട്ടേക്ക് വരുന്നത്. അനി ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സ് കണ്ട് അവന്തിക ഞെട്ടിപ്പോയി. അവന്തിക സെലക്ട് ചെയ്ത് കൊടുത്ത ഡ്രസ്സ് ആയിരുന്നില്ലത്. അവന്തിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവന്തിക്ക് ആ പടം വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി.
അവന്തി ഓർത്ത് താൻ ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് പോലും അനിയൻ അത് ഇട്ടില്ല. ഒരുപക്ഷെ തന്നോടുള്ള ഇഷ്ടക്കേട് കൊണ്ടാണോ, അതോ ഇനിയിപ്പം അത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ എന്നൊരു ചിന്തയൊക്കെ അവന്തിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.